ഹലോ നമ്മൾ 10th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 10th ചാപ്റ്ററിന്റെ പേരാണ് രസാകശി. ഇതൊരു ഖേൽ ഗീതാണ്, അതായത് കളിക്കുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ട്. രസാകശി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിമാണ്. അതിന് നമ്മൾ ടഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടം വലി എന്നും പറയും. വലിയൊരു കയറ്, അതിന് വടം എന്ന് പറയും. അതിനെ 2 ടീമായിട്ട് ആൾക്കാർ തിരിഞ്ഞിട്ട് 2 സൈഡിലേക്കും ശക്തിയായിട്ട് വലിക്കും. ആരാണോ കൂടുതൽ ശക്തർ അവരുടെ സൈഡിലേക്കായിരിക്കും കയറ് വരിക, അല്ലേ? ആ ടീമായിരിക്കും ജയിക്കുന്നത്. അപ്പൊ ഇതൊരു ടീം ഗെയിം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല എനർജി കിട്ടാൻ വേണ്ടി അവരുടെ സൈഡിലേക്ക് കൂടുതൽ വലിച്ച് അവർ ജയിക്കാൻ വേണ്ടി ഈ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നല്ല ഈണത്തിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവര് അത് വലിക്കുക. അങ്ങനെ ഈ വടംവലി കളിക്കുന്ന സമയത്ത് പാടാൻ വേണ്ടിയുള്ള ഒരു പാട്ടാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ അർത്ഥം നമുക്ക് ലൈൻ ബൈ ലൈൻ അറിയേണ്ട ആവശ്യമില്ല. ഇത് നല്ല ഈണത്തിൽ പഠിച്ചാൽ മാത്രം മതി. എന്നാലും നമുക്ക് ഇതിലെ ഓരോ വേർഡ്സിന്റെയും മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് ഈ പാട്ട് പാടിക്കൊണ്ട് പോവാം. നമുക്കിതിന്റെ ചില വേർഡ്സിന്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സിന്റെ മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കാം. ജോർ ലഗാവോ. ജോർ ലഗാവോ എന്ന് പറഞ്ഞാൽ പുട്ട് ഇൻ എഫേർട്ട്, നല്ല ശക്തി പ്രയോഗിക്കുക. അപ്പൊ കയറ് പിടിച്ചിട്ട് നല്ല ശക്തി പ്രയോഗിച്ചിട്ട് വേണം അല്ലേ വലിക്കാൻ. ഹേയ്സ ബൈ ഹേയ്സ. നമ്മൾ ഹേലസ എന്നൊക്കെ പറയും പോലെ ഹേയ്സ എന്ന് ഒരു ആവേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ബൈ എന്ന് പറഞ്ഞ ബ്രദർ, സഹോദര. ടീം മെമ്പറിനോട് സഹോദര എന്ന് പറയാണ്. സീന. സീന എന്ന് പറഞ്ഞ ചെസ്റ്റ്. അപ്പൊ സീന താനേ രഹോ അക്കഡ്കർ. ഇവിടെ കണ്ടോ, അക്കഡ്കർ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റിഫ് ചെയ്യുക, ടൈറ്റൻ ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് ഒക്കെ നല്ല ടൈറ്റൻ ആക്കി പിടിക്കണം. ഓരോരുത്തരും പറയുക അവരുടെ ടീം മെമ്പേഴ്സിനോട്. രസ. രസ എന്ന് പറഞ്ഞാൽ കയറാണ്. ദോനോ ഓർ പക്കഡ്കർ. 2 സൈഡിലും കയറ് നല്ല മുറുക്കി പിടിക്കണം. തിരിച്ചേ പടുക്കർ. തിരിച്ചേ എന്ന് പറഞ്ഞാൽ ഒരു ചരിഞ്ഞു പിടിക്കുക, ഒരു ഇൻക്ലിനേഷനിൽ നല്ല ചരിഞ്ഞു പിടിക്കുക. കമർ ജക്കഡ്കർ. കമർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്, നമ്മുടെ അരഭാഗം, അതിനാണ് വേസ്റ്റ് ആണ്. അത് ജക്കഡ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ജോർ ലഗാവോ, നല്ല ശക്തി പ്രയോഗിക്കൂ. ഖീച്ചോ. ഖീച്ചോ ജോർ ലഗാവോ. ഖീച്ചോ എന്ന് പറഞ്ഞാൽ വലിക്കൂ, നമ്മുടെ സൈഡിലേക്ക് വലിക്കൂ, നല്ല ജോർ ലഗാവോ, ശക്തി പ്രയോഗിക്കൂ. പേർ ഘടാക്കർ. പേർ എന്ന് പറഞ്ഞാൽ കാലുകളാണ്. പേർ എന്ന് പറഞ്ഞാൽ ലെഗ്സ്, കാലുകള് നല്ല ശക്തിയായിട്ട് തറയിൽ ഉറപ്പിച്ചു വെക്കണം. പീട്ട് അഡാവോ. പീട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് ഒക്കെ നല്ല സ്റ്റിഫാക്കി വലിഞ്ഞു നിൽക്കണം. ആടി തിരിച്ച് ചാൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിനെ നല്ല ട്രിക്കി ആയിട്ട് പറ്റിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കണം. നല്ല ചരിഞ്ഞ് സിഗ്സാഗ് ആയിട്ടുള്ള ഒരു ചാൽ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം ഓപ്പോസിറ്റ് ടീമിന്റെ എതിരായിട്ട്. പിന്നെ ജോർ ലഗാവോ, നല്ല ശക്തി പ്രയോഗിക്കൂ. രസ നഹി ഫിസൽനെ പായേ. ഫിസൽനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പായി പോകരുത്. കയറ് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവാൻ പാടില്ല. സാത്തി നഹി ബിജൽനെ പായി. സാത്തി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ടീംമേറ്റ് ആണ്. അപ്പൊ അവര് ബിജൽനെ പായി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ലൂസ് ചെയ്യാൻ പാടില്ല, നമ്മളെ ശ്രദ്ധ പോവാൻ പാടില്ല. ജോർ ഖരോഷ്ന ഡൽനെ പായേ. ജോർ ഖരോഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി, എന്തൂസിയാസം. നമ്മുടെ ടീംമേറ്റ്സിന്റെ എന്തൂസിയാസം, എനർജി ഒന്നും ലൂസ് ആവാൻ പാടില്ല, ഫോക്കസ് പോവാൻ പാടില്ല, കയറ് കയ്യിൽ നിന്ന് വിട്ടു പോവാനും പാടില്ല. ഹുവേ പസീനെ സേ തർസാരെ സഫൽ ഹുവേ സബ് ദാവ് കരാരെ എന്ന് പറഞ്ഞ എല്ലാരും നല്ല നമ്മൾ അത്രയും സ്ട്രെങ്ത് എടുത്ത് വലിക്കുന്നതുകൊണ്ട് പസീന എന്ന് പറഞ്ഞ വിയർപ്പാണ്. എല്ലാരും വേർത്ത് കുളിച്ചിരിക്കും. പക്ഷേ സഫൽ ഹുവേ, നമ്മളായിരിക്കും ജയിക്കേണ്ടത്. ഇധർ ഹമാരെ ഉധർ തുമാരെ. ഈ സൈഡിലേക്ക് വന്നാൽ നമ്മൾ ജയിക്കും, അങ്ങോട്ട് വന്നാൽ നിങ്ങൾ ജയിക്കും. അങ്ങനെ ആവേശം ഉണ്ടാക്കുന്ന ഒരു പാട്ടാണിത്. ഇനി നമുക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കാം. ജോർ ലഗാओ ഹേസ ഹേസ ബായി ഹേസ. सीना ताने रहो अकड़कर, रस्सा दोनों और पकड़कर, तिरछे पड़कर कमर झगड़कर, जोर लगाओ हेसा हेस बाई हेसा. खींचो खींचो जोर लगाओ, पैर घड़ाकर पीठ अड़ाओ, आड़ी तिरछी चाल बिड़ाओ,
जोर लगाओ ऐसा ऐसा बाई ऐसा. रस्सा नहीं फिसलने पाए, साथी नहीं बिचलने पाए, जोश खरोश न ढलने पाए, जोर लगाओ ऐसा ऐसा बाई ऐसा. हुए पसीने से तरसारे, सफल हुए सब दांव करारे, इधर हमारे उधर तुम्हारे, जोर लगाओ हैसा हैसा बाई हैसा. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ പാട്ടൊന്നും ഈണത്തിൽ വായിച്ചു നോക്കണം. ഓക്കെ, നമുക്ക് നേരെ ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേ ലിയേ, ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എഴുതേണ്ട ആൻസേഴ്സ് ആണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കാം. ആപ് കോൺ കോൺ സെ ഖേൽ ഖേൽത്തെ ഹേ, നിങ്ങൾ ഏതൊക്കെ ഗെയിമാണ് കളിക്കാറുള്ളത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മേ ഫുട്ബോൾ ക്രിക്കറ്റ് ഓർ ബാഡ്മിന്റൺ ഖേൽത്തി ഹൂം. ഇതല്ലാണ്ടും കുറെ ഗെയിംസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കളിക്കുന്ന ഗെയിം ഇവിടെ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആപ്കാ സബ്സെ പ്രിയ ഖേൽ കോൺസാ ഹേ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിം ഏതാണ്? मेरा सबसे प्रिय खेल फुटबॉल है. ऐसे खेलों के नाम बताइए जिनमें 2 टीमें आमने सामने होती है. ഇപ്പൊ നമ്മള് ഈ ഒരു വടംവലി കണ്ടതുപോലെ തന്നെ 2 ടീമായിട്ട് കളിക്കുന്ന വേറെ ഏതൊക്കെ ഗെയിംസ് ആണ് നിങ്ങൾക്ക് അറിയാം? ക്രിക്കറ്റിൽ 2 ടീമായിട്ട് കളിക്കും. ഫുട്ബോളിനും 2 ടീം ഉണ്ടാവും അല്ലേ? ഓർ കബഡിയിലും 2 ടീം ഉണ്ടാവും. ऐसे खेल है जिनमें 2 टीमों आमने सामने होती है. फोर्थ क्वेश्चन, आपने रस्सी का प्रयोग करते हुए कौन कौन से खेल खेले हैं? കയർ ഉപയോഗിച്ചിട്ടുള്ള ഏതൊക്കെ ഗെയിമാണ് നിങ്ങൾ കളിച്ചിട്ടുള്ളത്? मैंने रस्सी का प्रयोग करते हुए रस्साकशी खेली है. വടംവലി കളിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടി എഴുതാം. ഓക്കെ, वे कौन से खेल है जिनमें खेलने के लिए हमें अधिक साथियों की आवश्यकता पड़ती है? നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാതെ കൂടുതൽ ആൾക്കാരുമായിട്ട് കളിക്കേണ്ട കുറച്ച് ഗെയിംസിന്റെ പേര് പറയണം. ഏതൊക്കെയാ? क्रिकेट और फुटबॉल जैसे खेलों को खेलने के लिए अधिक साथियों की आवश्यकता होती है. ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഓരോ ടീമിലും കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. നെക്സ്റ്റ് സെക്ഷൻ, സോച്ചിയെ ഓർ ലിഖിയെ. ഇവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ്? കവിതാ മേ ജോർ ലഗാവോ ഹൈസാ ഹൈസാ ബൈ ഹൈസാ ക്യോं കഹാ ഗയാ ഹേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോർ ലഗാവോ ഹൈസ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ കവിതയില്. അത് എന്തിനാണ് പറയുന്നത്? जोर लगाओ हैसा हैसा बाई हैसा टीम को जोर और हिम्मत देने के लिए कहा गया है. നമ്മുടെ ടീംമേറ്റ്സിന് ഒരു എനർജി, ജോർ എന്ന് പറഞ്ഞാൽ എനർജിയും ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അതിനുള്ള ഒരു ശക്തി, ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഒരു ലൈൻ പാടുന്നത്. കവിത മേ ശരീർ സേ ജുഡേ കിൻ കിൻ അംഗോं का वर्णन हुआ है. ഈ കവിതയില് ശരീരത്തിലെ ഏതൊക്കെ ഭാഗത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ढूंढ कर लिखिए. कविता में सीना, कमर, पैर और पीठ का वर्णन हुआ है. സീന എന്ന് പറഞ്ഞാൽ നെഞ്ച്, ചെസ്റ്റ്, നെഞ്ച് വിരിച്ചു നിൽക്കുക. പിന്നെ കമർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, പയർ എന്ന് പറഞ്ഞാൽ കാലുകൾ, പീട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്. ഇനി ഇതല്ലാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് എഴുതണം കേട്ടോ. रस्साकशी के खेल में जीतने के लिए क्या क्या करना पड़ता है? വടംവലി കളിക്കുന്ന സമയത്ത് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരും? रस्साकशी में जीतने के लिए टीम वर्क
ഇതൊരു ടീം ഗെയിം ആണല്ലേ, അപ്പോൾ നല്ലൊരു ടീം വർക്ക് വേണം. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ചിന്തിച്ച് ഒരേപോലെ ഒരുമിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം. മജ്ബൂതി സേ ഖടേ രഹന, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഫേം ആയിട്ട് നിൽക്കണം. ഒരാൾ വീണുപോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ബാലൻസ് തെറ്റിപ്പോവും അല്ലേ. ഓർ പൂരാ ജോർ ലഗാന പഡ്താ ഹൈ, മുഴുവൻ ശക്തിയും പ്രയോഗിക്കണം. രണ്ടുപേര് ശക്തി പ്രയോഗിച്ച് വേറൊരാള് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവരും അവരവരുടെ ഫുൾ ശക്തിയും പ്രയോഗിക്കുമ്പോഴാണ് ആ ഒരു ടീം ജയിക്കുന്നത്. അടുത്ത സെക്ഷൻ, चित्र में दिखाया गया खेल रस्साकशी कैसे खेला जाता है लिखिए. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താ? രസ്സാകഷിയാണല്ലേ, അതായത് വടംവലി. അപ്പൊ ഈ വടംവലി എങ്ങനെയാണ് കളിക്കുക അതാണ് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ വടംവലി വലിക്കുക? നമ്മൾ എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു, എന്നാലും നമുക്കൊരു 2-3 ലൈൻ എഴുതി നോക്കാം. രസ്സാകഷി മേ 2 ടീമേ ഹോത്തേ ഹൈ. രസ്സാകഷിയിൽ മെയിൻ ആയിട്ട് 2 ടീം ഉണ്ടാവും. ജോ ഏക് രസി കെ വിപരീത സിരോം കോ പകഡ്തേ ഹൈ. ഒരു വലിയ കയറ്, രസി എന്ന് പറഞ്ഞാൽ കയറ്, അതിന്റെ 2 സൈഡും പിടിക്കും 2 ടീം. और जोर लगाकर अपनी तरफ खींचती है. എന്നിട്ടോ ശക്തിയായിട്ട് സ്വന്തം സൈഡിലേക്ക് വലിക്കും, खींचती है. खेल का लक्ष्य दूसरी टीम को अपनी ओर खींचते हुए रस्सी के बीच के निशाना को अपनी सीमा के ओर लाना होता है. ഈ ഒരു കയറിന്റെ നടുക്കൊരു നിശാന, ഒരു തുണി കെട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കെട്ടും. ആ ഒരു തുണി നമ്മുടെ ടീമിന്റെ സൈഡിലേക്ക് വലിച്ച് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഖേലിന്റെ ലക്ഷ്യം. ടീം ജോ സബ്സെ പെഹലെ യേ കർത്തി ഹൈ, ഏത് ടീമാണോ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യുന്നത്, ആരുടെ സൈഡിലേക്കാണോ ഇത് ഫസ്റ്റ് തന്നെ വലിച്ച് എടുക്കുന്നത്, വഹി വിജേത ഹോത്തി ഹൈ, അയാളായിരിക്കും, ആ ടീമായിരിക്കും ജയിക്കുക. आपने बहुत से खेल खेले होंगे, ആയേ ചിത്ര ദേക്കർ ഖേൽ പഹചാനിയേ. നിങ്ങൾ പലതരത്തിലുള്ള കളികൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ. ഈ ചിത്രത്തിൽ കാണുന്ന ഗെയിംസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കുക അല്ലേ. എന്താണ് ഫസ്റ്റ് ഗെയിം? ഫസ്റ്റ് ഗെയിം കബഡി. അവര് കബഡിയാണ് കളിക്കുന്നത്. സെക്കൻഡ് വണ്ണോ പോഷംപ. പോഷംപ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തില് വേറെ പേരായിരിക്കും. ഇത് 2 പേര് കൈ കൂട്ടിപ്പിടിച്ച് ചിത്രത്തിൽ കാണും പോലെ പോഷംപ ബൈ പോഷംപ എന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. കുറച്ച് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോയിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് അവർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആരാണോ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നത് അവർ ഔട്ടാവും. പിന്നെ ഹിന്ദിയിൽ പറയാ പോഷംപ. അടുത്തത് കണ്ടോ, കുട്ടികൾ നിലത്ത് കള്ളി വരച്ചിട്ട് അതിൽ ചാടി ചാടി പോകുന്ന ഗെയിമാണ് ഹോപ്പ് സ്കോച്ച്. അതിന് ഹിന്ദിയിൽ എന്താ പറയാ? സ്റ്റാപ്പു. ഈ ഒരു ഗെയിമിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് സ്റ്റാപ്പു. പിന്നെ ലാസ്റ്റ് ഗെയിം ഗില്ലി ഡണ്ട. വടിയും പിന്നെ ഗില്ലിയും ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഗെയിമാണ് ഗില്ലി ഡണ്ട. ഭാഷാ കി ബാത്. कविता में अकड़ पकड़ जैसे तुक मिलाने वाले शब्दों का प्रयोग किया गया है. आप भी तुक मिलाने वाले शब्द सोचकर लिखिए. ഈ കവിതയിൽ അക്കഡ് പക്കഡ് അങ്ങനെ തുക്ക് മിലാനെ എന്ന് പറഞ്ഞ റൈമിംഗ് വേർഡ്സ്, ഇങ്ങനത്തെ പല റൈമിംഗ് വേർഡ്സും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ആലോചിച്ചിട്ട് ഇങ്ങനെ കുറച്ച് റൈമിംഗ് വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. നട്ട് ഖഡ്, നട്ട് ഖഡ് ചൂഹ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ നട്ട് ഖഡ്. ആർ പാർ, ജോർ ഷോർ, ഹാത്ത് സാത്ത്. ഇതേപോലെ ഇനിയും കുറെ കൂടുതൽ വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ. ആയേ ഖേലേ, മാത്ര ഹട്ടാओ दूसरा शब्द बनाओ, जादू दिखाओ का खेल. ഉദാഹരണം ഭാർ ഭർ. ഇവിടെ ഒരു വാക്ക്, ആ ഒരു വാക്കിന്റെ ഒരു മാത്ര അതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു വേർഡ് പുതിയ വേർഡായി മാറും, ഒരു മാജിക് പോലെ. ഭാർ എന്നുള്ളൊരു വേർഡ് അതിന്റെ ആ എന്നുള്ളത് മാറിക്കഴിഞ്ഞപ്പോൾ ഭർ എന്നായി മാറി. ഇതേപോലെ താഴെയും കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ അതേപോലെ മാറ്റണം.
ഒന്ന് ശ്രമിച്ചു നോക്കാമോ? കാം. കാം എന്ന് പറഞ്ഞ ജോലി. കാമില് നമുക്കൊരു മാത്ര, ആടെ മാത്ര ഒഴിവാക്കിയ എന്തായി മാറും? കം. കം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. കം. ബീസ്. ബീസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ബീസില് നമുക്ക് ഈയുടെ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബസ്. ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മതി, സ്റ്റോപ്പ്, അങ്ങനെയുള്ള അർത്ഥമാണ്. മേള. മേളകൾ. മേള എന്നുള്ളൊരു വേർഡിന്റെ ആ എന്നുള്ള മാത്ര മാറ്റി എന്തായി മാറും? മേൽ. മേലിന് കുറേ അർത്ഥങ്ങളുണ്ട്. യഹി. യഹി എന്നുള്ളത് യഹ്. ഈയുടെ മാത്രം മാറ്റി യഹ്. യഹ് എന്ന് പറഞ്ഞാൽ ഇത്. कविता से आगे नीचे कुछ खेलों के नाम दिए गए हैं. इनमें से कुछ खेल घर से बाहर मैदान में खेले जाते हैं और कुछ घर के भीतर खेले जाते हैं. घर से बाहर तथा घर के भीतर खेले जाने वाले खेलों को छाड़ते हुए उन्हें अलग अलग लिखिए. ഇവിടെ കുറെ ഗെയിംസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വീടിന്റെ പുറത്ത്, ഔട്ട്ഡോറില്, മൈതാനത്തില് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന കളിയാണ്. കുറച്ച് ഗെയിംസ് വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ഗെയിംസ് ആണ്. നിങ്ങൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ഇതിൽ പുറത്ത് കളിക്കുന്നത് ഏതാണ്, ഉള്ളിൽ കളിക്കുന്ന ഗെയിം ഏതാണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, ഫുട്ബോൾ. ഫുട്ബോൾ എവിടെയാ കളിക്കുക? ഫുട്ബോൾ घर के बाहर खेलने वाले खेल है. ഔട്ട്ഡോർ ഗെയിംസിന് നമുക്ക് റൈറ്റ് സൈഡിൽ എഴുതാം, ഇൻഡോർ ഗെയിംസിന് ലെഫ്റ്റ് സൈഡിലും എഴുതാം. ലുഡോ. ലുഡോ എവിടെയാ കളിക്കുക? അതെ, ഇൻഡോറിലാണ്. സാപ്സിഡി. സാപ്സിഡി എന്ന് പറഞ്ഞാൽ സ്നേക്ക് ആൻഡ് ലാഡർ. സ്നേക്ക് ആൻഡ് ലാഡർ ഇൻഡോർ ഗെയിമാണ്. ഹോക്കി ഔട്ട്ഡോർ ഗെയിമാണ്. ഷത്രഞ്ച്. ഷത്രഞ്ച് എന്നാൽ ചെസ് ആണ്. ചെസ് എവിടെയാ കളിക്കുക? ഇൻഡോർ ഗെയിമാണ്. ചിടിയ ഉഡ്. ചിടിയ ഉഡ് എന്ന് പറഞ്ഞാൽ ബേർഡ് ഫ്ലൈ. ബേർഡ് ഫ്ലൈ പുറത്ത് കളിക്കുന്ന ഗെയിമാണ്. രസാകശി വടംവലി പുറത്ത് കളിക്കുന്ന ഗെയിമാണ്. ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഉറപ്പായിട്ടും പുറത്ത് കളിക്കുന്ന ഗെയിമാണ്. ക്യാരം ബോർഡ് ഇൻഡോർ ഗെയിമാണ്. ഖോ ഖോ പുറത്ത് കളിക്കുന്ന ഗെയിമാണ്. ടേബിൾ ടെന്നീസ് ഉള്ളിലാണ് കളിക്കുക. ഗിറ്റെ. ഗിറ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലുകളൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് പണ്ടൊക്കെ സ്ത്രീകളൊക്കെ കളിക്കുമായിരുന്നു. കൊത്തം കല്ല് എന്നൊക്കെ പറയും. കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമാണ് ഗിറ്റെ. ഗിറ്റെ ഇൻഡോർ ഗെയിമാണ്. आपका सबसे प्रिय खेल कौन सा है? उसके बारे में 4 पंक्तियां लिखिए. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗെയിം ഏതാ? അതിനെപ്പറ്റി ഒരു 4 ലൈൻ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗെയിമിനെ പറ്റി എഴുതണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. मेरा सबसे प्रिय खेल फुटबॉल है. फुटबॉल खेलना बहुत मजेदार और रोमांचक होता है. ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര രസമാണ്. इस खेल में टीम वर्क, कौशल और तेजी की जरूरत है. ഈ ഒരു ഗെയിമിൽ ടീം വർക്കിന്റെയും പിന്നെ കൗശലം, അതിന്റെ ട്രിക്സിന്റെയും ബുദ്ധിയുടെയും പിന്നെ തേജി എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെയും ഒക്കെ ആവശ്യമുണ്ട്. ഫുട്ബോൾ के मैच में हर गोल और पास का मजा बहुत खास होता है. ഓരോ ഗോളിന്റെയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പാസിന്റെയും ഒക്കെ ഒരു രസം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആണ്. ആവോ ബതായേ. ഇവിടെ ഒരു ഗേളിനെയും ഒരു ബോയിനെയും കണ്ടില്ലേ? ഇവർ തമ്മിലുള്ള ഒരു കൺവെർസേഷൻ കുറച്ച് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫില്ല് ചെയ്തിട്ട് പൂർത്തിയാക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? എന്താ ഈ പെൺകുട്ടി പറയുന്നത്? മേരാ നാം മലോനി ഹേ, തുമാരാ നാം ക്യാ ഹേ? ബോയിന്റെ അടുത്ത് ചോദിക്കുക. അപ്പൊ ബോയ് പറയാ മേരാ നാം അജയ് ഹേ. അജയ് ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പൊ ഗേൾ പറയാ मैं प्रतिदिन शाम को मित्रों के साथ खेलती हूँ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ട്. तुम कब और किसके साथ खेलते हो? അപ്പൊ ബോയ് പറയാ शाम को 5 बजे मित्रों के साथ खेलता हूँ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ട്.
ഗേൾ പറഞ്ഞു മുझे छिपा छुपी खेलने बहुत अच्छा लगता है और तुम्हें എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിനക്കോ मुझे फुटबॉल खेलना बहुत अच्छा लगता है എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗേൾ പറയാ खेलने से मैं शरीर में ऊर्जा और फुर्ती अनुभव करती हूँ खेलने से मैं കളിച്ചു കഴിയുമ്പോൾ എനിക്ക് ശരീരമേ ശരീരത്തിൽ ഊർജവും ഒരു ശക്തിയും ഒക്കെ അനുഭവ കർത്തി ഹേ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ ബോയ് എന്താ പറയുന്നേ खेलने से मैं ऊर्जा और താക്കതി മഹസൂസ് കർത്താ ഹെ എനിക്കും അതേപോലെ നല്ല എനർജിയും ശക്തിയും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് ഇത് ഇതേപോലെ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റുമോ बनाइए खेल खेलते समय प्रात छोटी छोटी चोट लग जाती है കളിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റും നമ്മുടെ ശരീരത്തിൽ जब आपको चोट लगती है तब आप क्या करते हैं നിങ്ങൾക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാറ് अपने लिए एक छोटा सा डिब्बा बनाइए और बताइए कि आप उसमें रुई और पट्टी के अतिरिक्त क्या क्या रखेंगे നിങ്ങളൊരു ചെറിയ ബോക്സ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം അതിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കും എന്ന് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് പറയാമോ നമുക്ക് 2-3 കാര്യങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് നോക്കാം പ്ലാസ്റ്റർ എല്ലാവർക്കും അറിയാം പട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഗോസ് ഒരു തുണി പോലെയുള്ള ഒരു സാധനം കണ്ടിട്ടില്ലേ ഒരു സ്ട്രിപ്സ് ആ ഒരു ഗോസിനാണ് പട്ടി എന്ന് പറയാം പിന്നെ ആന്റിസെപ്റ്റിക് ക്രീം എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയ അതിൽ തേക്കാൻ വേണ്ടി ആന്റിസെപ്റ്റിക് ക്രീം ഉപയോഗിക്കാം പിന്നെ വാട്ടർ പ്രൂഫ് ടേപ്പ് വേണമെങ്കിൽ വെക്കാം സാനിറ്റൈസർ വെക്കാം അല്ലേ ഇനിയും റൈറ്റ് സൈഡ് ഫുള്ള് കാലിയാണ് ഇനിയും നിങ്ങൾ എന്തൊക്കെ വെക്കുന്നുള്ളത് അവിടെ എഴുതാം ഓക്കെ कुछ नया करें नीचे कुछ खेलों के चित्र दिए गए हैं आप इनमें से अपने मनभावन खेल को पहचानिए और उसे खेल में रुचि होने का कारण भी लिखिए ഇതിൽ കുറെ ഗെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം മാർബിൾ ഉപയോഗിച്ച് 2 കുട്ടികൾ കളിക്കുന്നു പിന്നെ കല്ല് ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗിറ്റേ കളിക്കുന്നു പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു പിന്നെ ടയർ തട്ടി പോകുന്നു നിങ്ങൾക്ക് ഈ കാണിച്ചതിൽ ഇഷ്ടമുള്ള ഒരു ഗെയിം ഏതാ അതെന്തുകൊണ്ടാ നിങ്ങൾക്ക് ഇഷ്ടം എന്നും എഴുതണം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് എടുക്കാം അപ്പൊ എങ്ങനെ എഴുതുക मुझे छिपा छुपी खेलना पसंद है क्योंकि यह बहुत मजेदार होता है എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് ഭയങ്കര രസമാണ് കളിക്കാൻ यह खेल दोस्तों के साथ अच्छा समय बिताने में मदद करता है എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഗെയിം ഹെൽപ്പ് ചെയ്യും അങ്ങനെ എഴുതാം അല്ലേ ഇനി ഈ ചിത്രത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം വേറെയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി എഴുതണം കേട്ടോ चित्रों में अपनी रुचि के अनुसार रंग भरिए ഇവിടെ കുറെ ഗെയിംസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നിനും കളറില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിലൊക്കെ കളർ കൊടുക്കണം किसी एक खेल के बारे में अपनी विचार लिखिए ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് 2-3 ലൈൻസ് എഴുതാം എന്തിനെ പറ്റി എഴുതാം എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ് ക്രിക്കറ്റ് നമുക്ക് ക്രിക്കറ്റിനെ പറ്റി എഴുതാം അല്ലേ क्रिकेट एक मजेदार खेल है क्रिकेट ഭയങ്കര രസമുള്ളൊരു ഗെയിമാണ് इनमें 2 टीम होती है ഇതിൽ 2 ടീം ഉണ്ടാകും जो बारी बारी से खेलती है അവര് ഓരോ ടീം ആദ്യം ഒരു ടീം പിന്നെ ഒരു ടീം ആയിട്ടാണ് കളിക്കുക गेंद को बल्ला से मारकर रन बनाते हैं और टीम जीतने की कोशिश करती है ബോളിന് ബാറ്റ് കൊണ്ട് ശക്തിയായി അടിച്ച് റൺ ഉണ്ടാക്കിയിട്ട് ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ട്രാഫിക് ജാം ഇതൊരു ചെറിയൊരു പോയമാണ് सुग्गे ने सुग्गे से पूछा क्या होता है ट्रैफिक जाम जैसे पूरा झुंड हमारा खाने लगे एक ही आम സുഗ്ഗേനെ സുഗ്ഗേ സെ പൂച്ച സുഗ്ഗേ എന്ന് പറഞ്ഞാൽ
തത്തകള് കണ്ടോ ഇവിടെ കാണുന്നുണ്ടല്ലേ തത്തമ്മകള് പാരറ്റ്. ഈ ഒരു പാരറ്റ് വേറൊരു പാരറ്റിനോട് ചോദിക്കുക ക്യാ ഹോത്താ ഹേ ട്രാഫിക് ജാം? ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ആ തത്ത പറഞ്ഞു കൊടുത്തത് എന്താ? ജേസെ പൂരാ ഝുണ്ട് ഹമാരാ, നമ്മുടെ മുഴുവൻ ഗ്രൂപ്പും ഖാനെ ലഗെ ഏക് ഹി ആം, ഒരേ ഒരു മാമ്പഴം എല്ലാവരും കൂടി കഴിക്കില്ലേ, അതേപോലെയാണ് ട്രാഫിക് ജാം എന്ന്. ട്രാഫിക് ജാമിനെ എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു മാമ്പഴത്തിന് എല്ലാവരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും പോലെയാണ് ട്രാഫിക് ജാം എന്നാണ് തത്തമ്മയുടെ ഭാഷ. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഈ പാട്ട് നിങ്ങൾ ഈണത്തിൽ പഠിക്കണം, പിന്നെയും പാടി നോക്കണം. എക്സസൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.